കണ്ണൂർ വളക്കയിലുണ്ടായ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. അപകട സമയത്ത് ഡ്രൈവർ നിസാം മൊബൈൽ ഉപയോഗിച്ചതായും സൂചനയുണ്ട്. അപകടം നടന്ന അതേ സമയത്ത് തന്നെ നിസാമിന്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതേസമയം അപകടത്തിന് കാരണം ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതല്ലെന്നാണ് കണ്ടെത്തൽ. അപകടത്തിന് കാരണമാകുന്ന മറ്റ് മെക്കാനിക്കൽ തകരാറുകൾ വാഹനത്തിന് ഇല്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് RTOക്ക് നൽകി. ഡ്രൈവറുടെ മെഡിക്കൽ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് കത്ത് നൽകി. ബസിന്റെ ബ്രേക്ക് പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായി എന്നായിരുന്നു ഡ്രൈവറുടെ മൊഴി. അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാരം ഇന്നാണ് നടത്തുന്നത്. നേതിയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പരിക്കേറ്റ 18 വിദ്യാർത്ഥികൾ ചികിത്സയിൽ തുടരുകയാണ്. ആരുടെയും നില ഗുരുതരമല്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കണ്ണൂർ ശ്രീകണ്ഠാപുരം വളക്കയിലുള്ള സ്കൂൾ ബസ്സാണ് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത്. 5ാം ക്ലാസ്സുകാരിയായ നേധ്യ S. രാജേഷാണ് മരിച്ചത്. 2 വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണെന്നായിരുന്നു ഇന്നലെ കിട്ടിയ വിവരം. എന്നാൽ ഇപ്പോൾ നില തൃപ്തികരമായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് വളക്കയിൽ വെച്ച് കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. അമിതവേഗവും ഡ്രൈവറുടെ പരിചയക്കുറവും അപകട കാരണമായെന്നാണ് പ്രാഥമിക നിഗമനം. ഡ്രൈവർ മദ്യപിച്ചിരുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അപകട സമയത്ത് ഡ്രൈവർ നിസാം മൊബൈൽ ഉപയോഗിച്ചതായും ഇന്നലെ തന്നെ സൂചന പുറത്തുവന്നിരുന്നു. ഇന്നലെ വൈകിട്ട് 4:30യോടെയാണ് നാടിനെ ഞെട്ടിച്ച അപകടം നടന്നത്. കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടതും. പഞ്ചായത്ത് റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് കീഴ്മേൽ മറിഞ്ഞ ബസ് സംസ്ഥാന പാതയിൽ പതിക്കുകയായിരുന്നു. പണം ഞങ്ങൾ തരും. അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റ കുട്ടികളെ തളിപ്പറമ്പിലെ ആശുപത്രിയിലേക്കും മാറ്റി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ പുറത്തേക്ക് തെറിച്ചു വീണ് ബസ്സിനടിയിൽപ്പെട്ട കുട്ടിയാണ് മരിച്ചത്. 20 വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത്. 11 പേർ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും 7 പേർ താലൂക്ക് ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ഒരാളെ പരിയാരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബസിന്റെ ഡ്രൈവറായ ആൾ കുട്ടികളെ നോക്കുന്ന ആയയും തളിപ്പറമ്പ് ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 2 കുട്ടികളുടെ നിലയാണ് കുറച്ച് ഗുരുതരമുള്ളത്. ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്.